ശ്രീ കെന്നഡി, താങ്കളിലേക്ക് എത്താൻ താമസിച്ചു, ക്ഷമിക്കുക. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് പ്രണയവലയിലാക്കി പീഡിപ്പിച്ചതും ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചതും നിർബന്ധ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതും ഒടുവിൽ മരിച്ചോളാൻ പറഞ്ഞതും. നോക്കൂ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കായി വിലപിച്ച കർദിനാളിനെയോ ബിഷപ്പിനെയോ വികാരിയച്ചന്മാരെയോ റോജി എം ജോൺ MLAയോ ജോൺ ബിട്ടാസിനെയോ ഒന്നും ഇവിടെ കാണുന്നില്ല. ആ യുവതിയുടെ വീട്ടിലേക്ക് പോയി അവരുടെ മാതാവിനെയും സഹോദരനെയും ആശ്വസിപ്പിക്കാൻ തിക്കും തിരക്കും കാണുന്നില്ല. കേരളത്തിൽ എന്തും ആകാമെന്നാണോ? ഉത്തരേന്ത്യയിൽ ഒരു കൈ നോക്കാം, കേരളത്തിലാണെങ്കിൽ വിട്ടുപിടിക്കാം എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ കെന്നഡി? നമ്പർജി, ഞാൻ ആദ്യം തന്നെ ആത്മഹത്യ ചെയ്യാൻ വിധിക്കപ്പെട്ട സോനം എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ആത്മാവിന് നിത്യശാന്തി നേരാനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള കാര്യങ്ങൾ സഭയും ബന്ധപ്പെട്ടവരും ചെയ്യണം. അവരുടെ ഈ വിഷമഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. നമുക്കറിയാം, കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ വിഷയം നമ്മൾ വളരെ ദിവസങ്ങളോളം നമ്മൾ ചർച്ച നടത്തിയതാണ്. ആ സമയത്ത് കണ്ട ആവേശവും ഊർജവുമെല്ലാം നമ്പ്യാർജി പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമാണ്. ഇന്ന് കർത്താവ് ഈശോ പറഞ്ഞതുപോലെ, ഞാൻ ചുറ്റും നോക്കി, എന്നെ കാണുന്നവരാരുമില്ല, എന്നെ പരിചയമുള്ളവരാരുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടിയുടെ കുടുംബത്തിൽ ഈ വിഷയത്തിൽ അവരുടെ കൂടെ ഇടപെടാനും അവരുടെ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കാനും ഒന്നും ആരുമില്ല. അതിൻ്റെ കാരണവും നമുക്കറിയാം. കാരണം അതിൻ്റെ മറുവശത്ത് നിൽക്കുന്നത് ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം. ആ സമുദായമാണ് വിഷയം. ഇവിടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ എന്താ പറയുക, ഞാൻ പോകുന്നു, എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് ആ കുട്ടിക്ക് പോകേണ്ടി വന്നെങ്കിൽ അതിലും വലിയൊരു നിർഭാഗ്യം ഇനി ഒരു മനുഷ്യജന്മത്തിനുണ്ടാവാനുണ്ടോ? എന്നിട്ടും ഒരു മടിയുമില്ലാതെ അബ്ദുള്ളാജിയെ പോലെ ഇത്രയും സീനിയറായിട്ടുള്ളൊരു ഇന്ത്യൻ സിറ്റിസൺ, ബാക്കിയെല്ലാം പോട്ടെ, എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു, എൻ്റെ അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു സഹജീവി, ഒരു കൊച്ചു കുഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് അവൾ മടങ്ങിപ്പോയെങ്കിൽ അത് കണ്ടിട്ട് പോലും മനസ്സലിവില്ലാതിരുന്ന് സംസാരിക്കാൻ അബ്ദുള്ളാജിക്ക് എങ്ങനെ കഴിയുന്നു? അബ്ദുള്ളാജി എങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നു? എന്നിട്ടിരുന്ന് സമർത്ഥിക്കുകയാണ്. നമ്പ്യാർക്കറിയാമോ ഞങ്ങളുടെ സമൂഹം എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നു? ഞാൻ അതിനെപ്പറ്റി ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട, പറയില്ല. അല്ല, താങ്കൾ പറയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിനും മാത്രം മരവിച്ച അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പറയില്ല. ആ കുട്ടിക്ക് ഇത്രയും വലിയൊരു ഇത് സംഭവിച്ചിട്ടും താങ്കൾ കണ്ടില്ല, താങ്കൾ കേട്ടില്ല. എന്നിട്ട് താങ്കൾ പറയുന്നു ഞങ്ങളുടെ സമൂഹം എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ സമൂഹം എന്താ അനുഭവിക്കുന്നത്? നിങ്ങളുടെ സമൂഹം എന്തനുഭവിക്കുന്ന കാര്യം അബ്ദുള്ളാജി പറയുന്നത്? മുമ്പിലും മൂലത്തിലും ചരക്ക് കയറ്റി അയക്കുന്നതാണോ നിങ്ങളുടെ വിഷമം? ഇവിടെ തീർത്ഥാടനത്തിന് പോയ ഉസ്താദ് മറ്റിടത്ത് ചരക്ക് കയറ്റിക്കൊണ്ടുവന്ന ലോജിസ്റ്റിക് അത് നടത്തുന്നതാണോ നിങ്ങളുടെ വിഷമം? അതൊക്കെ അല്ലാതെ നിങ്ങളുടെ വിഷമം എന്താ? ഈ സമൂഹത്തിൽ നിങ്ങളുടെ വിഷമം എന്താ? സകലമാന കേരളത്തിലെ ലോകം മുഴുവൻ, ജർമ്മനിയിൽ നോക്കൂ, ബ്രിട്ടനിൽ നോക്കൂ, ഫ്രാൻസിൽ നോക്കൂ, ചർച്ചയ്ക്ക് വളരുന്ന നീട്ടി അടിച്ചല്ലോ. വളരുന്ന കാര്യം ഇപ്പൊ വലിയ നീട്ടി തള്ളുന്ന ഞാൻ കേട്ടു. ബ്രിട്ടനിലും ജർമ്മനിയിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഓടിച്ചിട്ട് പച്ചക്കൊടി ചന്ദ്രകലം കണ്ടു കഴിഞ്ഞാൽ അവന്റെ പള്ളക്കിട്ട് കുത്തും. നിങ്ങൾ ലോകത്ത് വേട്ടയാടപ്പെടും നിങ്ങൾ. കാരണം നിങ്ങൾ സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഐഡിയോളജി നോക്കൂ. നിങ്ങൾ കുറേ വർഷം മുമ്പൊക്കെ നിങ്ങൾ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളുമൊക്കെ മതപഠനം കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ ദൈവവചനമാണല്ലോ, നിങ്ങൾ പറയുന്നതൊക്കെ സത്യവചനമാണല്ലോ എന്നൊക്കെ വിശ്വസിച്ചും അത് കുറേയൊക്കെ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ മൂലഗ്രന്ഥത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇന്ന് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഈ കാലഘട്ടത്ത്.
അതുകൂടാതെ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഡോക്ടർ ആരിഫ് ഹുസൈൻ, ജാമിദ ടീച്ചർ തുടങ്ങിയവരൊക്കെ ഭാഷയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഇരുന്ന് ഐസ് കെട്ടെ പെയിന്റ് അടിക്കുന്ന പോലെ അബ്ദുള്ളാജി ഈ ലോകത്താരും നിങ്ങളെ വിശ്വസിക്കില്ല. കെന്നഡി തുടരാം, വെറുതെ സമയം അപഹരിക്കുകയാണ്. അബ്ദുള്ളാജി എന്ത് പറഞ്ഞാലും അത് കേൾക്കാനോ വിശ്വസിക്കാനോ ഈ ലോകത്തെ ജനം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ സമൂഹം ഈ സൊസൈറ്റിയിൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്കറിയാം, ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യൻ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടത്ത് മിക്കവാറും പോലീസ് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും മുർഷിദാബാദിൽ നിന്ന് വന്നവരുണ്ടോ? മുർഷിദാബാദിൽ നിന്ന് വന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? ഇത് കുറേ പ്രാവശ്യമായപ്പോൾ ഞാൻ അന്വേഷിച്ചു, എന്താണ് ഈ മുർഷിദാബാദിന് ഇത്ര പ്രത്യേകത? ബംഗാളിലുള്ളൊരു സ്ഥലമാണ് മുർഷിദാബാദ്. അത് മുസ്ലിം ബഹുഭൂരിപക്ഷ മേഖലയാണ്. പോലീസ് അവരെ തിരക്കി മാത്രമാണ് വരുന്നത്. കാരണം അതാണ് കൾച്ചർ. എവിടെ നിങ്ങൾ തിങ്ങിപ്പാർക്കുന്നു, എവിടെ നിങ്ങളുടെ സമൂഹമുണ്ടോ, ക്രിമിനൽ എല്ലാ ക്രൈമിലും നിങ്ങൾ വളരെയധികം ഉൾപ്പെടുന്നു. നിർഭാഗ്യവശാൽ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ നിങ്ങളതിനെ ന്യായീകരിക്കുകയാണ്. ആ ന്യായീകരണം നിങ്ങളുടെ സമൂഹത്തെ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമുദായത്തെ ഒറ്റപ്പെടും. നിങ്ങൾ ഈ ലോകത്തൊറ്റപ്പെടും. നിങ്ങൾ ലോകത്തൊറ്റപ്പെടും. ഇപ്പോ ഇസ്രായേലിന്റെ നെതന്യാഹു എന്താ ഹമാസിനെ കുറിച്ച് പറഞ്ഞേ? ഇസ്രായേലിന്റെ നെതന്യാഹു ഹമാസിനെ കുറിച്ച് പറഞ്ഞ എന്താ? അവസാനത്തെ കുറ്റിയും തൂത്തു മാറ്റിയിട്ട് നെതന്യാഹു പണി നിർത്തു. ഞാനിത് ആദ്യമേ പറഞ്ഞിരുന്നു. തുടങ്ങിയത് ഹമാസ, അവസാനിപ്പിക്കുന്നത് നെതന്യാഹു ആയിരിക്കുമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഒക്ടോബറിൽ തന്നെ. നിങ്ങൾ നോക്കിക്കോ, അവസാനത്തെ ഹമാസുകാരനെ തൂത്തു കളഞ്ഞിട്ട് നെതന്യാഹു നിർത്തു. ഇത് നിങ്ങൾക്ക് ഗാസയിൽ മാത്രമല്ല, ജർമ്മനിയിലും ബ്രിട്ടനിലും എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇത് നേരിടേണ്ടി വരും. കാരണം നിങ്ങൾ ബോധപൂർവമാണ്, അറിയാതെ ചെയ്യുന്നതല്ല ഇതൊന്നും. നിങ്ങൾ ബോധപൂർവം ചെയ്യുന്നു, തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നു, അതിന് കുടപിടിക്കുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് രാഷ്ട്രീയത്തിന്റെ വശമായി മാറുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് ഇത്തരം വിളച്ചിലുകൾ നടക്കുന്നില്ല. എന്റെ കേരളത്തിൽ, എന്റെ മലയാളത്തിൽ, എന്റെ സഹോദരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വിഷവിത്തിനെ, ഇങ്ങനൊരു വിഷച്ചെടിയെ വളരാൻ അനുവദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം പൊളിറ്റിക്സിനെ ഇത്രയും തരംതാണ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനം വേറെ കാണില്ല. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിങ്ങളെ തൊടുന്നില്ല, കുറ്റം പറയാൻ ഭയക്കുന്നു, നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. എന്തൊരു പിറ്റി ഇറ്റ് ഈസ്. നിങ്ങൾ എല്ലാ ക്രൈമുകളിലും പിന്നിൽ നിങ്ങളുണ്ട് എന്നുള്ളത് സ്പഷ്ടമായിരിക്കെ എന്തുകൊണ്ട് അത് വിളിച്ചു പറയാൻ പഠിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? കൊട്ടാരക്കരയിലെ അമ്മ ഇപ്പൊ ലൈവിൽ വന്ന് പറഞ്ഞു അവനെതിരെ കേസ് പോലും എടുത്തിട്ടില്ലെന്ന്. ആ പെൺകുട്ടി ചോദിക്കുന്നതിന് ഞാൻ മരിക്കണമെന്ന്. അബ്ദുള്ളാജി അത് കേട്ടിട്ടും അബ്ദുള്ളാജിയുടെ ചെവിക്കകത്ത് കേറുന്നില്ല, അബ്ദുള്ളാജിയുടെ തലയ്ക്കുള്ളിൽ വെളിച്ചം വരുന്നില്ല. ഒരു പെൺകുട്ടി മരിക്കാൻ തയ്യാറാണോ, ഞാനും മരിക്കണോ എന്ന് അടുത്ത പെൺകുട്ടി ചോദിക്കുമ്പോഴും അബ്ദുള്ളാജിയെ പോലുള്ള ആൾക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകനല്ലേ അബ്ദുള്ളാജി? ഈ സമൂഹത്തോട് ഉത്തരവാദിത്തം വേണ്ടേ? മറുപടി പറയാൻ സമയം ജനാധിപത്യത്തിന്റെ നാലാം തൂണിൽ ഒന്നാണ്. അല്ല, ജനാധിപത്യത്തിന്റെ നാലാം തൂണിലെ പ്രധാനപ്പെട്ട മീഡിയയുടെ ഒരു ഭാഗമായ ഇത്രയും സീനിയറായ ഒരു വ്യക്തി സംസാരിക്കൂ. സമൂഹം താങ്കളെ അംഗീകരിക്കും, സമൂഹം താങ്കളെ ബഹുമാനിക്കും. ഈ തെമ്മാടിത്തരത്തിന് കൂട്ട് നിൽക്കരുത് അബ്ദുള്ളാജി. ഇനി അദ്ദേഹം പറയുന്നില്ലല്ലോ.